Hi, BSc BCA Honours Sciences Semester 2 വിദ്യാർത്ഥികളുടെ AEC3 Advanced English Language Skills for Sciences എന്ന ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ നമ്പർ 2 Relativity by Sarah Howe. ഇപ്പറഞ്ഞ പാഠത്തിന്റെ ഒരു ചെറിയ സമ്മറി നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കിയാലോ? ഇതാ നോക്കൂ. ഫസ്റ്റ്, എ ബ്രീഫ് ഇൻട്രോ. Sarah Howe is an acclaimed Chinese-British poet, editor and a researcher in English literature. പേരുകേട്ട ഒരു ചൈനീസ് ബ്രിട്ടീഷ് കവിയും എഡിറ്ററും ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു ഗവേഷകയുമാണ് നമ്മുടെ സാറ ഹൗ. She is known for her intricate and thought-provoking poetry that blends science, philosophy and personal reflection. ശാസ്ത്രം, തത്വചിന്ത, വ്യക്തിപരമായ ചിന്തകൾ എന്നിവ സമന്വയിപ്പിക്കുന്ന വളരെ സങ്കീർണവും ചിന്തോദ്ദീപകവുമായ കവിതകളാണ് അവരുടേത്. Her poem Relativity is dedicated to സ്റ്റീഫൻ ഹോക്കിംഗ്. റിലേറ്റിവിറ്റി, അതായത് ആപേക്ഷികത എന്ന അവരുടെ കവിത സ്റ്റീഫൻ ഹോക്കിങ്ങിന് സമർപ്പിച്ചിരിക്കുന്നു. ഇറ്റ് എക്സ്പ്ലോർസ് പ്രൊഫൗണ്ട് കോൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ്. ഈ കവിത ഫിസിക്സ്, അതായത് ഭൗതിക ശാസ്ത്രത്തെയും പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള വളരെ ഗഹനമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂസിംഗ് വിവിഡ് ഇമേജറി ആൻഡ് ആക്സസിബിൾ ലാംഗ്വേജ്, ഹൗ ക്യാപ്ചേഴ്സ് ദ പാരഡോക്സസ് ഓഫ് ലൈറ്റ്, ടൈം ആൻഡ് സ്പേസ്. ഉജ്ജ്വലമായ ഇമേജറിയും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയും ഉപയോഗിച്ച് പ്രകാശം, സമയം, സ്ഥലം എന്നിവയുടെ വിരോധാഭാസങ്ങൾ ഹൗ എന്ന കവി വളരെ ഭംഗിയായി പകർത്തുന്നു. The poem reflects on how these phenomena shape our understanding of reality. ഈ പ്രതിഭാസങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് ഈ കവിത നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. It also invites readers to confront uncertainty, emphasizing humanity's capacity to adapt and find meaning even in the mysterious and unknown. നിഗൂഢവും അജ്ഞാതവുമായ കാര്യങ്ങളുമായി പോലും പൊരുത്തപ്പെടാനും അവയിൽ അർത്ഥം കണ്ടെത്താനുമുള്ള മനുഷ്യരാശിയുടെ കഴിവിന് ഊന്നൽ നൽകിക്കൊണ്ട് അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കാൻ ഈ കവിത വായനക്കാരെ ക്ഷണിക്കുന്നു. ഇതാണ് ഒരു ചെറിയ ഇൻട്രോ. Now friends, take a look at a brief summary. Sarah Howe's Relativity, dedicated to Stephen Hawking, combines science with human emotions and questions about the universe. സ്റ്റീഫൻ ഹോക്കിങ്ങിന് സമർപ്പിച്ചിരിക്കുന്ന സാറ ഹോവിൻ്റെ റിലേറ്റിവിറ്റി, ആപേക്ഷികത എന്ന കവിത ശാസ്ത്രത്തെ മനുഷ്യവികാരങ്ങളുമായും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായും സമന്വയിപ്പിക്കുന്നു. The poem begins with a familiar moment, that is, waking in the dark and searching for familiar shapes. വളരെ സുപരിചിതമായ ഒരു നിമിഷത്തോടെയാണ് നമ്മുടെ ഈ കവിത ആരംഭിക്കുന്നത്. ഇരുട്ടിൽ ഉണർന്നെണീറ്റ് പരിചിതമായ രൂപങ്ങൾക്കായി തിരയുന്ന ഒരു നിമിഷം. This mirrors humanity's search for certainty in a vast mysterious universe. വിശാലവും നിഗൂഢവുമായ ഒരു പ്രപഞ്ചത്തിൽ കൃത്യതയ്ക്ക് വേണ്ടിയുള്ള, ഉറപ്പിന് വേണ്ടിയുള്ള മനുഷ്യരാശിയുടെ അന്വേഷണത്തെ നമ്മുടെ ഈ കവിത പ്രതിഫലിപ്പിക്കുന്നു. The poem uses the wave particle duality of light to show how reality is complex and hard to fully understand. യാഥാർത്ഥ്യം എങ്ങനെയാണ് സങ്കീർണവും പൂർണ്ണമായി മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമാണെന്ന് കാണിക്കാൻ നമ്മുടെ ഈ കവിത ഉപയോഗിക്കുന്നത് പ്രകാശത്തിൻ്റെ തരംഗ കണിക ദ്വന്ദ്വത്തെയാണ്.
the wave particle duality. അതായത് ഈ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി തിയറി എന്താണെന്ന് വെച്ചാൽ അതൊരു ക്വാണ്ടം മെക്കാനിക്സ് തിയറിയാണ്. അതായത് പാർട്ടിക്കിൾസ് കണങ്ങൾക്കും വേവ്സ് തരംഗങ്ങൾക്കും ഒന്നിന് മറ്റൊന്നിൻ്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുമ്പോഴും, അതായത് നടത്തുന്ന പരീക്ഷണത്തെ ആശ്രയിച്ച്, ഇതാണ് ഈ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി തിയറി. ഫോട്ടോൺസ് ബിഹേവിംഗ് ലൈക്ക് ബോത്ത് വേവ്സ് ആൻഡ് പാർട്ടിക്കിൾസ് ക്രിയേറ്റ് പാറ്റേൺസ് ദാറ്റ് ചാലഞ്ച് അവർ യൂഷ്വൽ വേസ് ഓഫ് തിങ്കിങ്. ഫോട്ടോണുകൾ പെരുമാറുന്നത് തരംഗങ്ങളെയും കണികകളെയും പോലെയാണ്. അങ്ങനെ അത് നമ്മുടെ സാധാരണ ചിന്താ രീതികളെ വെല്ലുവിളിക്കുന്ന പാറ്റേണുകൾ സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണാം. ഹൗ കമ്പയർസ് ദിസ് അൺസർട്ടനിറ്റി ടു ദ വേ ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് ലൈക്ക് ദ ഫെയ്ഡിങ് സൗണ്ട് ഓഫ് എ സൈറൺ. ഒരു സൈറണിന്റെ മങ്ങിപ്പോകുന്ന മങ്ങി ഇല്ലാതാകുന്ന ശബ്ദം പോലെയാണ് പോലും പ്രപഞ്ചം വികസിക്കുന്നത്. ഈ രീതിയുമായി ഇപ്പറഞ്ഞ ഈ അനിശ്ചിതത്വത്തെ ഹൗ എന്ന നമ്മുടെ പ്രിയ കവി താരതമ്യം ചെയ്യുന്നു. ഹൗ ഓൾസോ എക്സ്പ്ലോർസ് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഡിസ്ക്രൈബിംഗ് ഹൗ ടൈം ക്യാൻ സ്ലോ ഡൗൺ ഡൈലേറ്റിംഗ് ലൈക്ക് എ പെർഫെക്റ്റ് ആഫ്റ്റർനൂൺ. ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തവും ഹൗ പഠനത്തിന് വിധേയമാക്കുന്നു. ഒരു നല്ല തികഞ്ഞ ഉച്ചതിരിഞ്ഞുള്ള സമയം പോലെ സമയം എങ്ങനെ മന്ദഗതിയിലാവും എന്നും അവർ വിവരിക്കുന്നു. ബ്ലാക്ക് ഹോൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പ്ലേസസ് വെയർ ഈവൻ ദ ബേസിക് റൂൾസ് ഓഫ് സ്പേസ് ആൻഡ് ലൈറ്റ് ബ്രേക്ക് ഡൗൺ. ബഹിരാകാശത്തിന്റെയും വെളിച്ചത്തിന്റെയും അടിസ്ഥാന നിയമങ്ങൾ പോലും തകരുന്ന ഇടമായാണ് ബ്ലാക്ക് ഹോൾസ്, അതായത് തമോ ഗർത്തങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ലൈറ്റ്, which usually symbolizes clarity, bends and is trapped in these powerful regions. സാധാരണയായി നമ്മുടെ വെളിച്ചം എന്ന് പറയുന്നത് വ്യക്തതയാണല്ലോ. ഇങ്ങനെ വ്യക്തതയെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന ഈ വെളിച്ചം ഈ ശക്തമായ പ്രദേശങ്ങളിൽ, അതായത് ഈ തമോഗ്രത്തങ്ങളിൽ, ബ്ലാക്ക് ഹോൾസിൽ വളയുകയും കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. The poet reflects on the limits of what humans can know and understand. മനുഷ്യർക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയുന്നതിന്റെ പരിമിതികളെപ്പറ്റി കവി ചിന്തിക്കുന്നു. Yet she also celebrates our ability to imagine and adapt. എന്നിരുന്നാലും സങ്കല്പിക്കാനും പൊരുത്തപ്പെടാനുമുള്ള നമ്മുടെ കഴിവിനെ പറ്റിയും നമ്മുടെ പ്രിയ കവി നന്നായി ആഘോഷിക്കുന്നുണ്ട്. In the final lines, she asks if our eyes, like our minds, can adjust to the unknown and the dark. ഈ കവിതയുടെ അവസാന വരികളിൽ നമ്മുടെ മനസ്സിനെ പോലെ നമ്മുടെ കണ്ണുകൾക്കും അജ്ഞാതമായ കാര്യങ്ങളുമായും ഇരുട്ടുമായും പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന് കവി ചോദിക്കുന്നു. This poem is important because it blends poetic beauty with scientific ideas. കാവ്യ സൗന്ദര്യത്തെ ശാസ്ത്രീയ ആശയങ്ങളുമായി കോർത്തിണക്കിയിരിക്കുന്നതാണ് ഈ കവിതയുടെ സൗന്ദര്യവും അതിന്റെ പ്രാധാന്യവും. ഇറ്റ് ഓൾസോ ഓണേഴ്സ് സ്റ്റീഫൻ ഹോക്കിംഗ്സ് വർക്ക്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രവർത്തനങ്ങളെയും ഈ കവിത ആദരിക്കുന്നു. ഇറ്റ് മേക്സ് കോംപ്ലക്സ് കോൺസെപ്റ്റ്സ് ഫീൽ പേഴ്സണൽ ആൻഡ് മീനിങ്ഫുൾ. സങ്കീർണമായ ആശയങ്ങളെ വ്യക്തിപരവും അർത്ഥപൂർണവുമാക്കുന്നു ഈ കവിത. The poem also inspires us to wonder about the universe and our place in it. പ്രപഞ്ചത്തെക്കുറിച്ചും അതിൽ നമ്മുടെ മനുഷ്യന്റെ സ്ഥാനത്തെക്കുറിച്ചും ചിന്തിക്കാൻ കവിത നമ്മെ പ്രേരിപ്പിക്കുന്നു. How reminds us that even in uncertainty we can find awe and hope. അനിശ്ചിതത്വത്തിലും നമുക്ക് വിസ്മയവും പ്രതീക്ഷയും കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മുടെ കവി ഹൗ നമ്മെ നന്നായി ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് സമ്മറി. വെൽ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. I'll see you soon with another video. Till then, bye bye.